അർജുന്റെ തിരച്ചിലിനായി ഡ്രഡ്ജർ ഷിരൂരിലെത്തി മണ്ണ് നീക്കുന്നതിന് മുൻപ് മുങ്ങി പരിശോധന നടത്താൻ അനുവദിക്കണമെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു. സിജു കണ്ണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിജു, നിലവിൽ ഈ ഡ്രഡ്ജർ ഇറക്കിയുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? നേരത്തെ നങ്കൂരമിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഡ്രഡ്ജർ ഇപ്പോൾ ഈ അപകടം നടന്ന ഷിരൂരിലെ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് MLA സതീഷ് സെയിൽ, ജില്ലാ കലക്ടർ, അതോടൊപ്പം തന്നെ SP ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയ ശേഷമാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് 12:30 തന്നെ ഡ്രഡ്ജർ സജ്ജമായിരുന്നു. അവിടെ നിന്ന് 1 മണിയോടുകൂടി തന്നെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്താൻ, തെരച്ചിൽ നടത്താൻ ഡ്രഡ്ജർ സജ്ജമായിരുന്നു എന്ന് ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ MLA സ്ഥലത്തെത്തിയില്ല, അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ സ്ഥലത്തെത്തിയില്ല. അവരെ കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് അവിടെ നിന്ന് ഡ്രഡ്ജർ ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ വേലിയിറക്ക സമയമാണ്. ഇനി ഈ വേലിയിറക്ക സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഡ്രഡ്ജർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂ. പല സ്ഥലങ്ങളിലും മണ്ണടിഞ്ഞ് കിടപ്പുണ്ട്. ഈ മണ്ണടിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴയുടെ മധ്യഭാഗത്തായി പാറക്കല്ലുകൾ, അതോടൊപ്പം തന്നെ മരങ്ങളും മണ്ണും വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇവിടത്തേക്ക് കൊണ്ടുവരിക ശ്രമകരമാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് എത്തിച്ച് ഇത് നങ്കൂരമിട്ട് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇത്തരം പ്രവൃത്തികൾ മാത്രമേ നടക്കൂ. ഇന്ന് രാവിലെ അറിയിച്ചിരുന്നത്, ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ്. ഇത്തരത്തിൽ സാഹചര്യത്തിൽ വൈകിയത് കൊണ്ട് ഇന്ന് തെരച്ചിൽ എന്തായാലും ഉണ്ടാകില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതലായിരിക്കും തെരച്ചിൽ ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സ്ഥലത്തെത്തിച്ച് നങ്കൂരമിട്ട് ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തോതിൽ സ്ഥലത്ത് പാറക്കല്ലുകളും മരങ്ങളും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിൽ നാവികസേന നേരത്തെ സോണാർ പരിശോധന നടത്തി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന നടത്താനാണ് തീരുമാനം. ഈ മധ്യഭാഗത്തായി അടിഞ്ഞുകൂടിയ മണ്ണുള്ള സ്ഥലത്തിനും അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയത്. ലോഹസാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് ട്രക്ക് ഉണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് കമ്പനിയുമായി 3 ദിവസത്തെ കരാറാണ് നിലവിലുള്ളത്. നാളെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച 3 ദിവസമായിരിക്കും പരിശോധന നടത്തുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്തായിരിക്കും ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ നടക്കുന്നത്. അതിനുശേഷം വെളിച്ചക്കുറവിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് രാവിലെ നേരത്തെയും 6 മണിക്ക് ശേഷവും തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വേലിയിറക്ക സമയത്തായിരിക്കും പരിശോധന കൂടുതൽ നല്ല രീതിയിൽ നടക്കുക. വേലിയേറ്റ സമയത്ത് തെരച്ചിൽ നടക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ സ്ഥലത്ത് ഡ്രഡ്ജർ എത്തിച്ച് ഇവിടുത്തെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരൂ. ഏതായാലും തെരച്ചിൽ നാളെ രാവിലെ 8 മണിക്ക് ശേഷം മാത്രമേ ആരംഭിക്കൂ. ശരി, സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിലായി ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട്. നാളെയോടെയാകും പരിശോധന ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.